നമസ്കാരം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ മികച്ച പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വരുന്ന വാർത്തകൾ. ജനങ്ങൾ എൻ.ഡി.എക്ക് റെക്കോർഡ് സംഖ്യയിൽ വോട്ട് ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദങ്ങളാണ്. ദേശീയ ശരാശരി 60% പോളിംഗ് രേഖപ്പെടുത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ BJPക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറയുന്നത്. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 102 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നത്. അതേസമയം തമിഴ്നാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ട് DMKയും AIDMKയും ചേർന്ന് 1000 കോടി രൂപ ചെലവഴിച്ചെന്ന ആരോപണവുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. അണ്ണാമലൈ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. കോയമ്പത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അണ്ണാമലൈ കരൂർ ഗ്രാമത്തിലെ ഉതുപ്പട്ടി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ NDAക്ക് ജൂൺ 4 ചരിത്ര വിജയമുണ്ടാകുമെന്നതിൽ ആത്മവിശ്വാസം തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. BJPയുടെ സീറ്റുകളുടെ എണ്ണം മുൻപുള്ളതിനേക്കാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നടത്തിയ പ്രസംഗങ്ങളിലൂടെ സംസ്ഥാനത്ത് BJPയുടെ മൂല്യം ഉയർന്നിരിക്കുകയാണ് എന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്നും കർണാടകയിലെ അവസ്ഥയും സമാനമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. തെലങ്കാനയിലും വിജയിക്കാൻ പോകുന്നത് BJP തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണവർ. ഇത്തവണ തമിഴ്നാട്ടിൽ BJPക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുക തന്നെ ചെയ്യും. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം ഇതോടുകൂടി കഴിയുകയാണ് എന്നും വോട്ടർമാരെ സ്വാധീനിക്കുവാൻ കോയമ്പത്തൂരിൽ മാത്രമായി ഇരു പാർട്ടികളും 1000 കോടിയോളം രൂപ ചെലവഴിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനായി BJP സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ അന്ന് താൻ ഈ രാഷ്ട്രീയ കുപ്പായം അഴിച്ചുവയ്ക്കുക തന്നെ ചെയ്യുമെന്ന് കൂടി അണ്ണാമലൈ വെളിപ്പെടുത്തുന്നുണ്ട്. കോയമ്പത്തൂരിലെ DMK സ്ഥാനാർത്ഥി ആയിട്ടുള്ള ഗണപതി V. രാജ്കുമാറിനും DMKയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിംഗൈ രാമചന്ദ്രനുമെതിരെയാണ് അണ്ണാമലൈ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്കാണ് തമിഴ്നാട്ടിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രതികരണം എന്ന് പറയപ്പെടുന്നത് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ അഴിമതിയുടെ കറപുരണ്ട പണം അവിടെ ഉരുളുന്നുണ്ട്, അത് ഒഴുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. DMKയും ഒപ്പം തന്നെ DMKയും പണം നൽകി വോട്ട് നേടുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വലിയ ആരോപണം, ഏകദേശം 1000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഈ കോയമ്പത്തൂരിലെ BJPയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ BJP അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്നത്. K. അണ്ണാമലയുടെ വാദഗതികൾ വളരെ കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മികച്ച പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോയമ്പത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുണ്ട് എന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയതിനേക്കാൾ വലിയ വോട്ട് നേടുകയും വലിയ സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്യുവാനുള്ള വളരെ വലിയ പ്രകടനങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നും അതുമാത്രമല്ല കർണാടകയിലും ആന്ധ്രയിലും അടക്കം തെലുങ്കാനയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, അതായത് ദക്ഷിണേന്ത്യ മുഴുവൻ ഒരു BJP കാവ്യവൽക്കരണ സമ്പ്രദായത്തിലേക്ക് മടങ്ങി വരികയും തന്നെ ചെയ്യുമെന്നും അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും അണ്ണാമലൈ അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോളിംഗുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമന്ത്രി അടക്കം പറയുന്നത് NDAക്ക് വളരെ വലിയ വോട്ടുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. NDAക്ക് വേണ്ടിയിട്ടുള്ള വോട്ടുകൾ തന്നെയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നും ജനങ്ങൾ NDAക്ക് റെക്കോർഡ് സംഖ്യയിൽ വോട്ടുകൾ നൽകുമെന്നുള്ള ഒരു കൃത്യമായ കണക്കുകൂട്ടലുകൾ തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. 400 സീറ്റിൽ കുറയാതെ തന്നെ ജൂൺ 5-ന് അധികാരത്തിലേറാൻ കഴിയുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി വിശ്വസിക്കുന്നതും. അത്തരത്തിലൊരു ഹാട്രിക് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. മൂന്നാമതൊരു വട്ടം കൂടി BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു വെക്കുകയാണ് നരേന്ദ്രമോദി.